അങ്ങനെ എല്ലാവരും ഗംഭീര അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോക കണ്ടിരിക്കുകയാണ്. എനിക്കും അത് തന്നെ പറയാനുള്ളൂ. ഗംഭീര സിനിമ എന്ന് പറഞ്ഞാൽ ഗംഭീര സിനിമ. ഡൊമിനിക് അരുൺ എന്ന സംവിധായകൻ, റൈറ്റർ സംവിധായകനാണ് ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ട. ഗംഭീര റൈറ്റിംഗ്, അതുപോലെ തന്നെ ഗംഭീര ഡയറക്ഷൻ. തരംഗത്തിന് ശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം സംവിധാനം ചെയ്യുന്നത് തന്നെ. ഗംഭീര പടം. മലയാളത്തിൽ നിന്ന് ഇത്തരത്തിലൊരു ഗംഭീര യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട്, അതും നമ്മളെ കെട്ടുകഥകളായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ആ കഥകളൊക്കെ കോർത്തിണക്കി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. വിഷ്വലൈസേഷൻ, ഷൂട്ട് ചെയ്ത രീതി പോലും ഗംഭീരാണ്. നിമിഷ് രവിയുടെ സിനിമാറ്റോഗ്രാഫി ഒന്നും പറയാനില്ല. അതിനനുസരിച്ച് ജെക്സ് ബിജോയിന്റെ മ്യൂസിക്കും കൂടി വന്നേരം പടം വേറെ ലെവല്. അതായത് ഡയറക്ഷൻ ടോപ്പ് നോച്ച്, സിനിമാറ്റോഗ്രാഫി ടോപ്പ് നോച്ച്, മ്യൂസിക് ടോപ്പ് നോച്ച്, ഗംഭീര പെർഫോമൻസും കൂടിയായാലും എല്ലാം കൊണ്ടും ടോപ്പ് ക്ലാസ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് തന്നെ ഗംഭീരാണ്. അത് ഇന്ത്യക്ക്, അതായത് ഇന്ത്യൻ സിനിമയ്ക്ക് നല്ലൊരു ട്രിബ്യൂട്ട് കൊടുക്കുകയാണ്. അതായത് അതും മലയാളത്തിൽ നിന്ന് ഇത്തരത്തിലൊരു ഗംഭീര യൂണിവേഴ്സ് ഇന്ത്യൻ സിനിമയിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വേറെ ഒന്നും കൂടുതൽ പറയാനില്ല. ഡൊമിനിക് അരുൺ, ഹാറ്റ്സ് ഓഫ് മാൻ, അതേ പറയാനുള്ളൂ. പിന്നെ എടുത്തു പറയേണ്ട പെർഫോമൻസ്, അതായത് കല്യാണി പ്രിയദർശൻ. കല്യാണിയുടെ ഷോൾഡറിലാണ് ഈ സിനിമ പോകുന്നത്. ചന്ദ്ര എന്ന കഥാപാത്രമായിട്ട് കല്യാണി ഗംഭീര പെർഫോമൻസ് ആണ്. കല്യാണിക്കൊപ്പം കട്ടക്ക് നിൽക്കുന്ന പെർഫോമൻസുമായിട്ട് നമ്മുടെ നസ്ലിനുണ്ട്, അതുപോലെ തന്നെ ചന്തു, അങ്ങനെ ഒട്ടനവധി കേമിയോ വരുന്നുണ്ട്. കാമിയോ അപ്പിയറൻസ് ആയിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട താരങ്ങൾ വരുന്നുണ്ട്. അത് അവരും ഈ ചന്ദ്രയും നടന്ന ക്യാരക്ടറുമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിന്റെയൊക്കെ ഏറ്റവും മേലെയുള്ള ഒരു ക്യാരക്ടറും കൂടിയുണ്ട്. ആ ക്യാരക്ടറുമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കിനി ലോക 2 കാണാൻ പറ്റുക. ആ പടത്തിന് വേണ്ടിയിട്ടാണ് എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് 2027 മേ ബി വരിക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് ആ പടത്തിന് വേണ്ടിയിട്ട്. ഗംഭീര പെർഫോമൻസ്, ഗംഭീര പടം. നിങ്ങൾ എന്തായാലും നല്ല തിയേറ്ററിൽ പോയിട്ട് ഇത് കാണാം. ഞാൻ കണ്ണൂർ സിനിപോളിസിൽ നിന്നാണ് കണ്ടത്. ഗംഭീര പടമാണ്, ഒന്നും പറയാനില്ല. ഗംഭീര പെർഫോമൻസ് കല്യാണിയുടെ, ഗംഭീര വിഷ്വലൈസേഷൻ, അതിനനുസരിച്ചുള്ള ഗംഭീര തിരക്കഥയാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ, അതായത് നമ്മൾ കേട്ടുമറന്ന ആ കഥകളും കാര്യങ്ങളൊക്കെ ഈ പടത്തുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട്, അത് ഇന്നത്തെ കാലമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടും ആ രീതി, ആ മേക്ക് ചെയ്ത രീതി തന്നെ ഗംഭീരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തതും അതിലേക്ക് പുതിയ പുതിയ ക്യാരക്ടർ വരുന്നത്. ഇനിയിപ്പോൾ ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ ആ ക്യാരക്ടറും ഈ ക്യാരക്ടറും തമ്മിലുള്ള കോൺഫ്ലിക്റ്റും അതും കാര്യങ്ങളും ഒക്കെ കാണിക്കുമ്പോൾ വേറെ ലെവൽ എക്സ്പെക്ടേഷൻ ആണ് ഈ പടത്തിന് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മലയാളത്തിൽ നിന്ന് ഇത്തരത്തിലൊരു കിടിലം യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് വന്ന ഡൊമിനിക് അരുണ്, ഹാറ്റ്സ് ഓഫ് മാൻ. ഗംഭീര പടമാണ്, എല്ലാവരും പോയിട്ട് കാണുക. മറ്റൊരെടുത്ത് പറയേണ്ട പേരാണ് നമ്മുടെ ദുൽഖറിന്റെ വേഫാർ ഇന്റർനാഷണൽ ആണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഗംഭീരമായിട്ട് ദുൽഖർ അതിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഗംഭീരമായിട്ട് അത് നമുക്ക് പടത്തിൽ വിഷ്വലൈസേഷനിലും അതിന്റെ മേക്കിംഗ് സ്റ്റൈലിലും ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പടത്തിൽ യാതൊരുവിധ കോംപ്രമൈസും DQ നിർമ്മാണ കമ്പനി വേഫാർ ഇന്റർനാഷണൽ ചെയ്തിട്ടില്ല. ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിനൊരു നല്ലൊരു ഹാറ്റ്സ് ഓഫ് ദുൽഖറിന് കൊടുക്കേണ്ടിയാണ്. ഗംഭീരമായിട്ട് ദുൽഖർ ആ പടത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ലോക പാർട്ട് 2 വെയിറ്റിംഗ് ആണ്. അതും DQയുടെ വേഫാർ ഇന്റർനാഷണലിലൂടെ തന്നെ വരും എന്ന് തന്നെ നമുക്കറിയാം. കാരണം പുതിയ പുതിയ ക്യാരക്ടറുകളും വലിയ വലിയ താരങ്ങളും വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ലോക പാർട്ട് 2 2027 പൊളിച്ചടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല.